നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിജി. ആദ്യം പ്രധാന വാർത്തകൾ. നമ്മൾ ഇന്ത്യക്കാർ ജാതി മത വർഗ വർണ്ണ ഭേദമില്ലാതെ എന്നും എപ്പോഴും രാജ്യത്തിനൊപ്പം. SSLC പരീക്ഷാഫലം. തൃശൂർ ജില്ലയിൽ 99.48% കുട്ടികൾ വിജയിച്ചു. എക്സൈസ് പാസിംഗ് ഔട്ട് പരേഡിൽ മന്ത്രി MP രാജേഷ് സല്യൂട്ട് സ്വീകരിച്ചു. മുൻ MLA PR ഫ്രാൻസിസിന്റെ ചരമവാർഷിക ദിനാചരണം മണ്ണുത്തിയിൽ മുൻ MLA MP വിൻസെന്റ് ഉദ്ഘാടനം ചെയ്തു. വിശദമായ വാർത്തയിലേക്ക്. SSLC തൃശൂർ ജില്ലയിൽ വിജയ ശതമാനം 99.48. 204 സ്കൂളുകൾ 100% വിജയം കൈവരിച്ചു. ഉപരിപഠനത്തിന് 35,729 വിദ്യാർത്ഥികൾ യോഗ്യത നേടി. ജില്ലയിൽ ആകെ പരീക്ഷ എഴുതിയത് 35,916 വിദ്യാർത്ഥികൾ. 18,213 ആൺകുട്ടികളും 17,516 പെൺകുട്ടികളും ഉപരിപഠനത്തിന് അർഹരായി. 1,698 ആൺകുട്ടികൾക്കും 3,540 പെൺകുട്ടികൾക്കും ഉൾപ്പെടെ 5,238 പേർക്ക് മുഴുവൻ വിഷയങ്ങൾക്ക് A+ ലഭിച്ചു. വിദ്യാഭ്യാസ ജില്ലകളായ ഇരിങ്ങാലക്കുടയിൽ 72 സ്കൂളുകൾക്കും ചാവക്കാട് 63 സ്കൂളുകൾക്കും തൃശൂരിൽ 69 സ്കൂളുകൾക്കും 100% വിജയം ലഭിച്ചു. ഇരിങ്ങാലക്കുട വിദ്യാഭ്യാസ ജില്ലയിലെ ആകെ വിജയ ശതമാനം 99.89. ചാവക്കാട് വിജയ ശതമാനം 99.08. തൃശൂർ വിദ്യാഭ്യാസ ജില്ലയിലെ വിജയ ശതമാനം 99.64. AHSLC 100% വിജയം. കേരള കലാമണ്ഡലം ആർട്ട് ഹയർ സെക്കൻഡറി സ്കൂളിൽ പരീക്ഷ എഴുതിയ 66 വിദ്യാർത്ഥികളിൽ മുഴുവൻ പേരും ഉന്നത വിദ്യാഭ്യാസത്തിന് അർഹത നേടി 100% വിജയം കൈവരിച്ചു. കശ്മീരി പണ്ഡിറ്റുകളുടെ കൂട്ടക്കൊല, കാർഗിൽ നുഴഞ്ഞുകയറ്റം, യുദ്ധം, കാണ്ഡഹാർ വിമാനറാഞ്ചൽ, ഡൽഹി ചെങ്കോട്ട ആക്രമണം, ഇന്ത്യൻ പാർലമെന്റ് ആക്രമണം, മുംബൈ തീവണ്ടി സ്ഫോടനം, മുംബൈ ഭീകരാക്രമണം, പഠാൻകോട്ട് വ്യോമസേന ആക്രമണം, ഉറിയിലെ സൈനിക കേന്ദ്ര ആക്രമണം, പുൽവാമ ഭീകരാക്രമണം, പഹൽഗാം ഭീകരാക്രമണം, ഇതെല്ലാം ഭീകരവാദം വിപണനം ചെയ്യുന്ന ഒരു രാജ്യം ഇന്ത്യയെ ആക്രമിച്ചു എന്നതാണ്. ഇന്ത്യ വെറുതെ പാകിസ്ഥാനെ ആക്രമിച്ചിട്ടില്ല. പാകിസ്ഥാൻ എവിടെയെങ്കിലും ഇന്ത്യക്കാർക്ക് ഇടയിൽ അക്രമങ്ങൾ ഉണ്ടാക്കുമ്പോഴാണ് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളത്. ഇന്ത്യക്കാർ മതം ചോദിച്ച് സിവിലിയൻസിനെ പോയിന്റ് ബ്ലാങ്കിൽ വെടിവെച്ചു കൊന്നു എന്ന് കേട്ടിട്ടില്ല. സമാധാനത്തിന്റെ പാതയിലൂടെ മാത്രം സഞ്ചരിച്ച രാജ്യമാണ് ഇന്ത്യ. സമാധാനത്തിന്റെ ഭാഷ മനസ്സിലാകാത്തവരോട് ക്ഷമയുടെ നെല്ലിപ്പടിയിലെത്തി രാജ്യം തിരിച്ചടിക്കുമ്പോൾ അതിനിടയിൽ സാഹിത്യം വിളമ്പി തുരപ്പൻ പണിയെടുക്കുന്നു. അപരന്റെ ചോരയിൽ മുങ്ങിക്കുളിച്ച ഭൂതവും വർത്തമാനവുമാണ് ഇവർക്കുള്ളത്. മനുഷ്യത്വത്തിന്റെ കണിക പോലും ഇവർക്കില്ല. മനുഷ്യരെ യുദ്ധക്കൊതിയന്മാരാക്കി ചാപ്പകുത്തി സ്വയം പ്രഖ്യാപിത മാനവകവാദികളായി നിൽക്കുകയാണിപ്പോൾ. സ്വന്തം കൊമ്പും കോമ്പല്ലും തേറ്റകളും പുറകിൽ ഒളിപ്പിച്ച് ശാന്തി മന്ത്രങ്ങൾ ഉരുവിടുന്നു. ഭൂമിയിൽ നിരവധി രാജ്യങ്ങളുണ്ട്, അവർക്ക് അതിർത്തികളുണ്ട്, സൈന്യങ്ങളുണ്ട്, ഭരണകൂടങ്ങളുണ്ട്, ഭരണഘടനകളുണ്ട്, താല്പര്യങ്ങളുണ്ട്, നീതിന്യായ നിർവഹണ സംവിധാനങ്ങളുമുണ്ട്, മിത്രങ്ങളും ശത്രുക്കളുമുണ്ട്. അപ്പുറത്തുള്ളവർക്ക് അത് മനസ്സിലാകുമ്പോൾ തലങ്ങും വിലങ്ങും നിരപരാധികളെ വെടിവെച്ചിടുമ്പോഴും കണ്ണും മൂക്കുമില്ലാതെ സിവിലിയൻസിനിടയിലേക്ക് ഷെല്ലും ബോംബും തൊടുക്കുമ്പോഴും ഏറ്റവും മാന്യമായി തിരിച്ചടിക്കുന്ന രാജ്യമായി ഇന്ത്യ മാറുകയാണ്. ഏതൊരു പൗരന്റെയും കടമയാണിത്. അതിനിടയ്ക്ക് സാഹിത്യമിറക്കിയും കപട മനുഷ്യത്വം വിസർജിച്ചും കുത്തിത്തിരിപ്പുണ്ടാക്കുന്നവർ രാജ്യദ്രോഹികളാണ്, സമാധാനത്തിന്റെ ശത്രുക്കളും. നിലനിൽപ്പിനായി രാജ്യം നടത്തുന്ന തിരിച്ചടികളെ സ്വാഗതം ചെയ്യേണ്ടതാണ്. നിരുപാധികം എന്നും രാജ്യത്തിനും സൈന്യത്തിനൊപ്പവുമാണ്. 157 പേർക്കുകൂടി എക്സൈസ് സേനയുടെ ഭാഗമായതോടെ പാസിംഗ് ഔട്ട് പരേഡിൽ മന്ത്രി MP രാജേഷ് അഭിവാദ്യം സ്വീകരിച്ചു. വിവിധ ജില്ലകളിൽ നിയമനം ലഭിച്ച 84 എക്സൈസ് ഇൻസ്പെക്ടർമാരുടെയും 59 സിവിൽ എക്സൈസ് ഓഫീസർമാരുടെയും 14 വനിതാ സിവിൽ എക്സൈസ് ഓഫീസർമാരുടെയും പാസിംഗ് ഔട്ട് പരേഡിൽ അഭിവാദ്യം സ്വീകരിച്ച് മന്ത്രി MP രാജേഷ് സംസാരിച്ചു. എക്സൈസ് അക്കാദമിയുടെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഇൻസ്പെക്ടർമാർ പരിശീലനം പൂർത്തിയാക്കിയ ബാച്ചാണിത്. ഏറ്റവും കൂടുതൽ വനിതകളും ഇറങ്ങുന്നത് ഇപ്രാവശ്യമാണ്. 84 ഓഫീസർമാരിൽ 14 പേർ വനിതകളാണ്. 14 വനിതാ സിവിൽ എക്സൈസ് ഓഫീസർമാരുമുണ്ട്. ആകെ 28 വനിതകൾ പരിശീലനം പൂർത്തിയാക്കി സേനയുടെ ഭാഗമായി. വലിയ വെല്ലുവിളികൾ നേരിടുന്ന സാഹചര്യത്തിലാണ് ഇത്രയും പേർ പരിശീലനം പൂർത്തിയാക്കിയിരിക്കുന്നത്.
ഉത്തരവാദിത്വങ്ങൾ ഭംഗിയായി നിറവേറ്റാൻ എക്സൈസ് സേനയ്ക്ക് കഴിയുന്നുവെന്നും എല്ലാവരും അത് അംഗീകരിക്കുന്നുണ്ടെന്നും മന്ത്രി പറഞ്ഞു. വെല്ലുവിളികളെ നേരിടാൻ കാര്യക്ഷമമായി നേതൃത്വം കൊടുത്ത കമ്മീഷണർ ADGP മഹിപാൽ യാദവിനെ മന്ത്രി അഭിനന്ദിച്ചു. വലിയ വെല്ലുവിളികൾ നേരിട്ട കാലഘട്ടത്തിൽ കാര്യക്ഷമമായി വഴി നടത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞുവെന്നും മന്ത്രി പറഞ്ഞു. പരിശീലനത്തിന്റെ വിവിധ മേഖലകളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച സേനാംഗങ്ങൾക്ക് മന്ത്രി പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. എക്സൈസ് അക്കാദമി ഗ്രൗണ്ടിൽ നടന്ന പരേഡിൽ കമ്മീഷണർ മഹിപാൽ യാദവ്, അക്കാദമി ഡയറക്ടർ K. പ്രദീപ് കുമാർ എന്നിവർ സല്യൂട്ട് സ്വീകരിച്ചു. ജനപ്രതിനിധികൾ, വകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു. പരിശീലനം പൂർത്തിയാക്കി എക്സൈസ് സേനയുടെ ഭാഗമായ യുവതി-യുവാക്കൾ ഉന്നത വിദ്യാഭ്യാസ യോഗ്യതയുള്ളവരാണ്. ആ സേനയുടെ ഭാഗമായി നിങ്ങൾ പുതുതായി ചേരുമ്പോൾ ആ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ ഇവിടെ നിങ്ങളെടുത്ത പ്രതിജ്ഞ അക്ഷരം പ്രതി പാലിച്ചുകൊണ്ട് അച്ചടക്കത്തോടു കൂടി പ്രവർത്തിക്കാൻ സമൂഹത്തോടും നാടിനോടുമുള്ള ഉത്തരവാദിത്വം നിറവേറ്റാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. മയക്കുമരുന്നിനെതിരായി ഒരു യുദ്ധം തന്നെ കേരളത്തിൽ ഇന്ന് എക്സൈസും പോലീസും സമൂഹമാകെയും ചേർന്ന് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ കേരള എക്സൈസ് വഹിച്ചിട്ടുള്ള പങ്ക് വിലമതിക്കാൻ കഴിയാത്തതാണ്. കേരളത്തിലേക്ക് വരുന്ന മയക്കുമരുന്നിന്റെ ഉറവിടമെല്ലാം പുറത്താണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ആ ഉറവിടം തേടി ചെല്ലാൻ അണ്ടമാനിലും ഇന്ത്യയുടെ ഇതര പ്രദേശങ്ങളിലുമെല്ലാം ഉറവിടം തേടി ചെല്ലാൻ കേരള എക്സൈസിന് കഴിഞ്ഞിട്ടുണ്ട്. വലിയ മയക്കുമരുന്ന് വേട്ടകൾ കേരള എക്സൈസ് ഈ കാലയളവിൽ നടത്തിയിട്ടുണ്ട്. ജനങ്ങളുടെ വിശ്വാസം വൻതോതിൽ ആർജിക്കാൻ എക്സൈസിന് കഴിഞ്ഞ ഒരു കാലം കൂടിയാണ്. ആ വിശ്വാസം ആർജിക്കാൻ കഴിഞ്ഞതുകൊണ്ടുകൂടിയാണ് വലിയ തോതിലുള്ള മയക്കുമരുന്ന് വേട്ട എക്സൈസിന് നടത്താൻ കഴിഞ്ഞിട്ടുള്ളത്. ജനങ്ങൾ നേരിട്ട് എക്സൈസിന് വിശ്വാസത്തോടുകൂടി വിവരങ്ങൾ കൈമാറുന്നു. വിവരം കൈമാറിയാൽ തങ്ങൾക്ക് അപകടം വരില്ല എന്ന ഉറപ്പ് ജനങ്ങൾക്ക് കൈവന്നിരിക്കുന്നു. വിവരം കൈമാറിക്കഴിഞ്ഞാൽ ഉടൻ നടപടി ഉണ്ടാകും എന്നുറപ്പും കൈവന്നിരിക്കുന്നു. അപ്പോൾ വലിയ സേവനമാണ്, അഭിമാനകരമായ ഒരു സേവനമാണ് കേരള എക്സൈസ് സേന നിർവഹിക്കുന്നത്. ആ പാരമ്പര്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അച്ചടക്കത്തോടെ സുശിക്ഷിതരായി പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് മാത്രം ഈ സന്ദർഭത്തിൽ ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി അഭിനന്ദനങ്ങൾ നേർന്നുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുന്നു. ദേഹാഭിമാനം. ഒല്ലൂരിന്റെ മുൻ MLA PR ഫ്രാൻസിസിന്റെ ചരമവാർഷിക ദിനം പാണഞ്ചേരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മണ്ണുത്തി മഹാത്മാ സ്ക്വയറിൽ സംഘടിപ്പിച്ചു. ഒല്ലൂർ MLA MP വിൻസൻ ഉദ്ഘാടനം ചെയ്തു. ഇടതുമുന്നണിയിൽ ഉണ്ടായിരുന്ന ആന്റണി വിഭാഗം കോൺഗ്രസിനെ മാതൃസംഘടനയിൽ എത്തിക്കുന്നതിന് ആദ്യ ശബ്ദമായത് PR ആയിരുന്നു. ചെങ്കുടിക്കൊപ്പം കെട്ടിയ ത്രിവർണ്ണ പതാകയെ ഇടതുമുന്നണിയിൽ നിന്ന് മോചിപ്പിച്ചത് PR ആയിരുന്നു. പാണഞ്ചേരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് KN വിജയകുമാർ അധ്യക്ഷനായി. PR ഫ്രാൻസിസിന്റെ മകൾ മോളി ഫ്രാൻസിസ് അനുസ്മരണ പ്രഭാഷണം നടത്തി. KPCC മെമ്പർ ലീലാമ തോമസ്, ഭാരവാഹികളായ ML ബേബി, KC അഭിലാഷ്, അനിൽ നാരായണൻ, വാസു പോലുവളപ്പിൽ തുടങ്ങിയവർ അനുസ്മരണങ്ങൾ നടത്തി. MU മുത്തു സ്വാഗതവും ബിന്ദു കാട്ടുങ്ങൽ നന്ദിയും അറിയിച്ചു. പുത്തൻകാട് മൂത്താരുകുന്ന് ശ്രീ മൂത്താര് ഭഗവതി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനവും ഗുരുതി മഹോത്സവവും വിവിധ ചടങ്ങുകളോടെ ആഘോഷിച്ചു. ഉത്സവ ദിനമായ വെള്ളിയാഴ്ച നട തുറക്കൽ, നിർമ്മാല്യ ദർശനം, ഗണപതി ഹോമം, ഉഷപൂജ, കാഴ്ചശീവേലി എന്നീ ക്ഷേത്രാചാര ചടങ്ങുകൾക്കു ശേഷം
ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ കാരുമാത്ര വിജയൻ, മേൽശാന്തി സലേഷ് ES, കീഴ്ശാന്തിമാരായ ആകാശ്, ഋഷികേശ് എന്നിവരുടെ കാർമ്മികത്വത്തിൽ രാത്രി ഗജവീരന്റെയും പാണ്ടിമേളത്തിന്റെയും അകമ്പടിയോടെ ഗുരുതി ഘോഷയാത്രയും വിവിധ ദേശങ്ങളിൽ നിന്ന് വാദ്യമേളത്തോടെ കാവടി വരവും ഉണ്ടായിരുന്നു. പ്രതിഷ്ഠാദിന ചടങ്ങുകൾക്ക് ക്ഷേത്ര ഭരണസമിതി അംഗങ്ങളായ ബിജി ബാലൻ കള്ളാടത്തിൽ, സിനീഷ് പുല്ലാനിക്കൽ, കൃഷ്ണകുമാർ KR, നിധിൻ വെളിയത്തുപറമ്പിൽ എന്നിവർ നേതൃത്വം നൽകി. CTV ചടങ്ങുകൾ തത്സമയം സംപ്രേഷണം ചെയ്തിരുന്നു.
ഇടവേള. Mediplus Diagnostics, an ISO quality specified diagnostic center. മണ്ണുത്തിയിൽ ആദ്യമായി ഡിജിറ്റൽ എക്സ്റേ, അൾട്രാസൗണ്ട് ആൻഡ് കളർ ഡോപ്ലർ സ്കാനിംഗ്, മോഡുലാർ ലബോറട്ടറി, ECG ആൻഡ് ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ. ഇപ്പോൾ ഇവയെല്ലാം ഒരു കുടക്കീഴിൽ. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള അതിനൂതന ടെക്നോളജിയുടെ ഫുള്ളി ഓട്ടോമാറ്റിക് അനലൈസറുകളുടെ സഹായത്താൽ കൃത്യതയാർന്ന പരിശോധനാ ഫലങ്ങൾ. റാൻഡോക്സ് QC UK, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ എന്നീ ഗുണമേന്മ പരിശോധനയുടെ അംഗീകാരം. ഹോം കളക്ഷൻ, സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളോടുകൂടിയ ഹെൽത്ത് പാക്കേജുകൾ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. ഓർത്തോപീഡിക് സർജൻ തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും ENT സ്പെഷ്യലിസ്റ്റ് ബുധൻ വെള്ളി ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും സേവനമനുഷ്ഠിക്കുന്നതാണ്. സ്കാനിങ്ങിനും ഡോക്ടർമാരുടെയും ബുക്കിംഗിനുമായി കോൺടാക്ട് മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ്, സുവർണ ബസാർ, മണ്ണുത്തി. ഫോൺ 0487237237 മൊബൈൽ 7902272374. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG. ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. an ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഉറങ്ങണില്ല, ഏത് നേരം ഈ പാവയും പിടിച്ചോണ്ടിരിപ്പാ. കുട്ടി പറയൂ, എന്താണ് യഥാർത്ഥ പ്രശ്നം? ഒന്നുമില്ല. യു ഹാവ് എനി സോർട്ട് ഓഫ് ഡിപ്രഷൻ? പ്രണയ നൈരാശ്യം? മൂട്ടിയൊന്നുമില്ല, പക്ഷെ കിടക്കാം. ഇത് ഏത് മെഡിസിൻ? മെഡിസിൻ അല്ല, റോയൽ ബെഡ് ഹൗസ്. ബെസ്റ്റ് റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്, തൃശൂർ. മാന്നാമംഗലം കട്ടിങ്ങിൽ റോഡരികിൽ വൻതോതിൽ ആശുപത്രി മാലിന്യം തള്ളിയ നിലയിൽ നിരവധി സിറിഞ്ച്, സൂചി എന്നിവ ഉൾപ്പെടെ റോഡരികിൽ തള്ളി. കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് മാലിന്യം തള്ളിയത്. അതുവഴി വന്ന വാഹനയാത്രക്കാരാണ് ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. കാലാവധി കഴിഞ്ഞതും കഴിയാത്തതുമായ സൂചികൾ, സിറിഞ്ചുകൾ എന്നിവ ചാക്കിലാക്കി റോഡരികിൽ അലക്ഷ്യമായി തള്ളി. മാലിന്യത്തിലെ പലതും 2027 വരെ കാലാവധി ഉള്ളവയാണ്. മൃഗങ്ങൾക്കായി ഉപയോഗിക്കുന്ന മരുന്നുകൾ എന്നാണ് സംശയം. വിവരമറിഞ്ഞ് പുത്തൂർ പഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രം ഹെൽത്ത് ഇൻസ്പെക്ടർ ഇൻചാർജ് രാഹുൽ, കുടുംബാരോഗ്യ കേന്ദ്രം ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ശ്രുതി, പുത്തൂർ പഞ്ചായത്ത് ഹെൽത്ത് ഇൻസ്പെക്ടർ ജിഷ എന്നിവർ സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. ജനങ്ങൾക്ക് ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ കാരണമാകുന്ന മാലിന്യങ്ങൾ റോഡരികിൽ തള്ളിയ കുറ്റക്കാർക്കെതിരെ കർശന നടപടിയെടുക്കുമെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചു. VNMM GHSS മച്ചാട് SSLC പരീക്ഷയിൽ 100% വിജയം. ആരുഷി KS, ശ്രീലക്ഷ്മി രാജേഷ്, അഭിനവ് KR, ഏഞ്ചൽ സിജു, ഫിദ ഫാത്തിമ, അമീർ ഷാ, ഡെന്നീസ്, എബി തൈക്കാടൻ, അശ്വതി KS എന്നീ 9 കുട്ടികൾ ഫുൾ A+ നേടി. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ യുവാവിനെ ഒല്ലൂർ പോലീസ് കാപ്പ നിയമപ്രകാരം അറസ്റ്റ് ചെയ്തു. പൊന്നൂക്കര സ്വദേശി പൊറോട്ട വിഷ്ണു എന്നറിയപ്പെടുന്ന വട്ടപ്പറമ്പിൽ വിഷ്ണുവിനെയാണ് ഒല്ലൂർ പോലീസ് ഇൻസ്പെക്ടർ വിമോദ് PM-ന്റെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥർ പിടികൂടിയത്. കോടതിയിൽ ഹാജരാക്കി പ്രതിയെ ജയിലിലടച്ചു. മോഷ്ടിച്ച സ്കൂട്ടറുമായി പിടികൂടിയ 2 യുവാക്കൾ റിമാൻഡിൽ. കണ്ടശാങ്കടവ് സ്വദേശി നഫീൽ, കോരത്ത് വീട്ടിൽ അഭയ്, പ്രായപൂർത്തിയാകാത്തൊരു കുട്ടി എന്നിവരെയാണ് ചാലക്കുടി പോലീസ് അറസ്റ്റ് ചെയ്തത്. പ്രായപൂർത്തിയാകാത്ത കുട്ടിയെ മാതാപിതാക്കളെ വിളിച്ചുവരുത്തി വിട്ടയച്ചു. നഫീൽ, അഭയ് എന്നിവരെ വിശദമായി ചോദ്യം ചെയ്ത് പോലീസ് മോഷ്ടിച്ചതാണെന്ന് സമ്മതിച്ചു. സംഭവത്തിന് ചാലക്കുടി പോലീസ് സ്റ്റേഷനിൽ FIR രജിസ്റ്റർ ചെയ്ത് നടപടിക്രമങ്ങൾക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കി. ചാലക്കുടി സബ് ഇൻസ്പെക്ടർ ജെയ്സൺ ജോസഫ്, ഡ്രൈവർ ASI ജിബി, CPO സജിമോൻ എന്നിവർ ചേർന്നാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. മറ്റൊരിടവേള. ആതുര ശുശ്രൂഷ രംഗത്ത് 4 നൂറ്റാണ്ടായി മഹനീയ സേവനം കാഴ്ചവെച്ച് വിലങ്ങന്നൂർ സെന്ററിൽ പ്രവർത്തിക്കുന്ന പനക്കൽ ആയുർവേദ ഫാർമസിയുടെ നവീകരിച്ച ആയുർവേദ ക്ലിനിക് ഇപ്പോൾ തുറന്നു പ്രവർത്തിക്കുന്നു. തിങ്കൾ, വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 3 മുതൽ 6 വരെ ഡോക്ടർ വിനയ ജിബിൻ പനക്കൽ രോഗികളെ പരിശോധിക്കുന്നു. സ്ത്രീകൾക്കായി പ്രത്യേക പരിശോധനാ സംവിധാനം, ഏത് രോഗത്തിനും പ്രതിവിധി.
പനക്കൽ ആയുർവേദ ഫാർമസി, വിലങ്ങന്നൂർ. ഫോൺ നമ്പർ 9495225992. വാർത്തകൾ തുടരുന്നു. ഫോണിൽ സംസാരിച്ച വൈരാഗ്യത്തിന് ബൈക്ക് തടഞ്ഞു നിർത്തി ആക്രമിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച പ്രതികളിൽ ഒരാൾ കൂടി റിമാൻഡിലേക്ക്. ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങിയ വ്യക്തിയെ ഫോൺ വിളിച്ച് സംസാരിച്ചു നിന്ന വൈരാഗ്യത്താൽ തടഞ്ഞു നിർത്തി ആക്രമിക്കാൻ ശ്രമിച്ച കേസിലാണ് മറ്റത്തൂരിലെ തേമാലി വിഷ്ണു എന്ന് വിളിക്കുന്ന വിഷ്ണുവിനെ വെള്ളിക്കുളങ്ങര പോലീസ് അറസ്റ്റ് ചെയ്തത്. ചാലക്കുടി മൈനർ ഇറിഗേഷൻ കനാൽ കൾവെട്ടിന് സമീപമായിരുന്നു സംഭവം. വെള്ളിക്കുളങ്ങര സബ് ഇൻസ്പെക്ടർ കൃഷ്ണൻ, സന്തോഷ് കുമാർ, അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ മനോജ് PK, ഹോംഗാർഡ് പ്രദീപ് എന്നീ സംഘമാണ് പ്രതികളെ പിടികൂടിയത്. ഓപ്പറേഷൻ കാപ്പ വേട്ട തുടരുന്നു. കുപ്രസിദ്ധ ഗുണ്ട ഗോപകുമാറിനെ കാപ്പ ചുമത്തി തടങ്കലിലാക്കി. തൃശൂർ ജില്ലയിൽ ഇതുവരെ 34 പേരെ ജയിലിലടച്ചു. 78 ഗുണ്ടകളെ കാപ്പ ചുമത്തി 44 പേർക്കെതിരെ നാടുകടത്തിലും മറ്റുമുള്ള നടപടികൾ സ്വീകരിച്ചു. ഗോപകുമാറിന്റെ പേരിൽ പുതുക്കാട്, വരന്തരപ്പള്ളി, ഒല്ലൂർ, തൃശൂർ, ചേർപ്പ്, കൊരട്ടി സ്റ്റേഷനുകളിൽ കേസുകളുണ്ട്. പുതുക്കാട് പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ മഹേന്ദ്രസിംഹന്റെ നേതൃത്വത്തിലാണ് കാപ്പ ചുമത്തുന്നതിലും ഉത്തരവ് നടപ്പിലാക്കുന്നതിലും പ്രധാന പങ്കുവഹിച്ചത്. ആംബുലൻസിന്റെ മറവിൽ രാസലഹരി കച്ചവടം നടത്തുന്ന 2 പേർ റിമാൻഡിലായി. ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായി സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് ആംബുലൻസിൽ മാരക രാസലഹരിയായ MDMA-യുമായി ചേറ്റുവ നസറുദ്ദീൻ, ചാവക്കാട് അസ്ലാം എന്ന യുവാക്കൾ പിടിയിലായത്. വിപണനം നടത്താനുള്ള സിപ്ലോ കവറുകളും കണ്ടെടുത്തു. ആംബുലൻസിലും രാസലഹരി ഉപയോഗിക്കാൻ സൗകര്യം ഇവർ ചെയ്തിരുന്നു. കൊടുങ്ങല്ലൂർ DVSP VK രാജു, വാടാനപ്പള്ളി സബ് ഇൻസ്പെക്ടർ ശ്രീലക്ഷ്മി, തൃശൂർ റൂറൽ ജില്ലാ ലഹരി വിരുദ്ധ സ്ക്വാഡ് സബ് ഇൻസ്പെക്ടർ CR പ്രദീപ്, സിവിൽ പോലീസ് ഓഫീസർ നിഷാന്ത് ദേബി എന്നിവരടങ്ങിയ സംഘമാണ് മയക്കുമരുന്നും പ്രതികളെയും പിടികൂടിയത്. ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായി 3 കോടി രൂപയുടെ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടി. കേസിലെ പ്രതി റിമാൻഡിലായി. ചാലക്കുടി നാടുകുന്നിലാണ് വൻ ലഹരിവേട്ട നടന്നത്. ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായി തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവിക്ക് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ചാലക്കുടി DVSP ബിജുകുമാറിന്റെ നേതൃത്വത്തിൽ നടത്തിയ വാഹന പരിശോധനയിലാണ് നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടിച്ചെടുത്തത്. ചാലക്കുടി DVSP ബിജുകുമാർ, സർക്കിൾ ഇൻസ്പെക്ടർ സജീവ് MK, സബ് ഇൻസ്പെക്ടർ ഋഷിപ്രസാദ്, CPO പ്രദീപ് എന്നിവർ ചേർന്ന് വാഹന പരിശോധന നടത്തി നിരോധിത പുകയില ഉൽപ്പന്ന ശേഖരം പിടികൂടി പ്രതിയെ അറസ്റ്റ് ചെയ്തു. യുവാവിനെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച് മോതിരവും മൊബൈൽ ഫോണും കവർച്ച ചെയ്ത കേസിൽ 2 പ്രതികൾ റിമാൻഡിലായി. തിരുവുള്ളക്കാവ് സ്വദേശി നന്ദിപുലം വീട്ടിൽ യദുകൃഷ്ണൻ, ചേർപ്പ് പടിഞ്ഞാട്ടുമുറി സ്വദേശി ആൽവിൻ എന്നിവരെയാണ് ചേർപ്പ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇരിങ്ങാലക്കുട DVSP KG സുരേഷ്, ചേർപ്പ് SI രമേശ്, പ്രദീപ്, സജിപാൽ, ജയകൃഷ്ണൻ, ASI സൂരജ്, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ സോണി, സിവിൽ പോലീസ് ഓഫീസർ സുനിൽ എന്നിവർ ചേർന്നാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നമ്മൾ ഇന്ത്യക്കാർ ജാതി മത വർഗ വർണ്ണ ഭേദമില്ലാതെ എന്നും എപ്പോഴും രാജ്യത്തിനൊപ്പം. SSLC പരീക്ഷാഫലം. തൃശൂർ ജില്ലയിൽ 99.48% കുട്ടികൾ വിജയിച്ചു. എക്സൈസ് പാസിംഗ് ഔട്ട് പരേഡിൽ മന്ത്രി MP രാജേഷ് സല്യൂട്ട് സ്വീകരിച്ചു. മുൻ MLA PR ഫ്രാൻസിസിന്റെ ചരമവാർഷിക ദിനാചരണം മണ്ണുത്തിയിൽ മുൻ MLA MP വിൻസെന്റ് ഉദ്ഘാടനം ചെയ്തു. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.